ഇപ്പോഴാണ് ഈ ഒരു കുടുംബം ഒരു പൂർണ്ണതയിലെത്തിയത്. എനിക്ക് സമാധാനത്തിൽ ഹോസ്പിറ്റലിൽ പോവാം. നിയാസ്കല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. മോളെ എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി അവളെ മോളെ പൊന്നുപോലെ നമുക്ക് നോക്കണം. തന്നെ ആ മമ്മീൻ്റെ സുന്ദരി മോള് നല്ല രസമുണ്ടല്ലോ. മാഷാ അല്ലാ. ഉമ്മച്ചി മാറ്റിയ മോളെ, ഉമ്മച്ചിക്ക് പാകമാണോ ഡ്രസ്സൊക്കെ? ഉമ്മച്ചി മാറ്റിയിരിക്കണ് മമ്മി. ഉമ്മച്ചിക്ക് പാക ഡ്രസ്സ്. മോളെ ആ അലമാരും മമ്മീൻ്റെ സ്വർണ്ണത്തിൻ്റെ പെട്ടിയൊന്നും എടുത്തിട്ടോ മോളെ. ആ ഇപ്പം എടുത്ത് തരാം മമ്മി. ഇതാ മമ്മി. ഒരു മാല ഉണ്ടോ എടുത്ത് മോളെ കയറ്റിട്ടോളൂ മോളെ. അവൻ്റെ മമ്മി ഈ കാര്യം എന്നോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഹാപ്പി ആയത് ഇപ്പോഴാണ്. എന്താ മമ്മി എന്നെ റിൽമോളെ കഴുത്തിൽ ഇട്ട് കൊടുക്കും മമ്മി. അങ്ങോട്ട് മോളെ ഇത് മോളെ മമ്മി മാല ഇട്ടിട്ട് എൻ്റെ മോക്ക്. മമ്മി ഇത് റിൽമോക്ക് കുറച്ച് ഇറക്കുണ്ടല്ലോ. ആ അമ്മ ചേർത്താക്കാൻ കുറച്ച്. അതാ മമ്മി. ഇത് പണ്ടേ ഇവിടെ മൂത്ത മരുമക്കൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ്. ഇത് ഇനി നിങ്ങൾക്ക് രണ്ടാർക്കും ഉള്ളതാ. എനിക്ക് വേണ്ട മമ്മി. മമ്മി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് താത്തക്ക് കൊടുക്കി. നിനക്ക് പാകമായോ? ആ മമ്മി ഇതിക്ക് പാകാണ് ഡ്രസ്സ്. മമ്മി താത്തനെ കാണാൻ എന്ത് രസമല്ലേ മാറ്റിയിട്ട്. മോളെ ഒന്നിങ്ങോട്ട് വാ. ആ എന്തേ മമ്മിയെ? മോളെ ഇനി ഇത് നിനക്കുള്ളതാ മോളെ. മമ്മിക്ക് ഇത് വേണ്ട. മമ്മിക്ക് എൻ്റെ മമ്മീൻ്റെ സ്നേഹം മാത്രം മതി. ഇത് മോക്കുള്ളതാ. മോളിത് വാങ്ങണം, എന്നാലേ മമ്മിക്ക് സമാധാനം ഉണ്ടാവും. ഇത് മോള് വാങ്ങ. നിക്ക് മോളെ, ഞാൻ തന്നെ ഇട്ട് തരാം. രണ്ട് മോതിരം എടുത്തിട്ട് തരാം. മോളെ കൈ നീര് ഒരുപാട് പാരമ്പര്യമുള്ള മാലയാ മോളെ. മോൾക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ മോളത് ഇടണം കേട്ടോ. എൻ്റെ മോളിപ്പോൾ സുന്ദരിയായിരിക്കണം. മോളെന്ന് സന്തോഷമായിട്ടിരിക്കണം. നല്ല രസമുണ്ട് സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് താത്തനെ കാണാൻ. എൻ്റെ രണ്ട് മക്കളും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ഗൈസ്, ഈ സീരീസിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാരെയും ചേർത്ത് പിടിക്കും. എല്ലാവരെയും സ്നേഹിക്കുക.